പണമടയ്ക്കാത്തതിനാൽ സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർനെറ്റ് ഉടൻ വിച്ഛേദിക്കപ്പെടുമെന്ന് താൽക്കാലിക വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് സുപ്രീം കോടതിയെ അറിയിച്ചു. സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതിനാൽ ബജറ്റ് പാസ്സാക്കാനാകുന്നില്ല. അതിനാൽ ജീവനക്കാർക്കുള്ള ശമ്പളം മുടങ്ങുമെന്നും ശിവപ്രസാദിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. താൽക്കാലിക വൈസ് ചാൻസലറും സർക്കാരും തമ്മിലുള്ള കാരണം ജീവനക്കാർ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ബാലു, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഏത് ഘട്ടത്തിലാണ്? കോടതിയുടെ മറുപടി എങ്ങനെയാണ്? അക്ഷയ്, ഇന്ന് ഈ സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൽക്കാലിക വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് സർക്കാരിൻ്റെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ക്വോറം ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ യോഗം നടക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതിനാൽ സർക്കാർ പ്രതിനിധികളോട് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനിടയിലാണ് ഈ താൽക്കാലിക സർവകലാശാല ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ ശിവപ്രസാദിൻ്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബഡ്ജറ്റ് പാസ്സാകുന്നില്ല, അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ കയ്യിൽ പണമില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക സർവകലാശാലയിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉടൻ തന്നെ വിച്ഛേദിക്കപ്പെടുമെന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ, ശിവപ്രസാദിൻ്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കാരണം പണം അടയ്ക്കാത്തതിനാൽ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. ഇതിനു പുറമെ ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, ബഡ്ജറ്റ് പാസ്സാക്കാത്തതിനാൽ തന്നെ അതിന് കഴിയുന്നില്ല എന്നും കോടതിയിൽ ഇന്ന് ഈ താൽക്കാലിക വി സിയുടെ അഭിഭാഷകർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കോടതി പറഞ്ഞത് അതായത് സർക്കാരും താൽക്കാലിക വി സിയും തമ്മിലുള്ള ഈ തർക്കത്തിൽ ജീവനക്കാർ ബുദ്ധിമുട്ടരുത്, ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, കൂപ്പുകൈകളോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു അഭ്യർത്ഥന തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് സംസ്ഥാന സർക്കാരിനോട് ഈ പ്രതിനിധികളെ ഈ താൽക്കാലിക ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവദിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തിങ്കളാഴ്ച അറിയിക്കുവാൻ വേണ്ടി കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിവപ്രസാദിന്റെ നിയമനം അനധികൃത ചട്ടവിരുദ്ധമാണ് എന്നായിരുന്നു ഇന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതി ഈ വിഷയത്തിൽ വിശദമായ വാദം തിങ്കളാഴ്ച കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ.